സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇപ്പോൾ ഗെയിമർ. നിങ്ങൾ കണ്ടിരിക്കുന്ന പുതിയ വീഡിയോ ആണ്. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ ട്യൂട്ടോറിയൽ ഗൈഡ് പാർട്ട് 9 ആയിട്ടാണ്. ആൻഡ് നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ ഒരു ഡയമണ്ട് ഫൈൻഡർ നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കി. അപ്പം ഇത് വർക്കിംഗ് ആയിരുന്നു, നമ്മൾ കണ്ടുപിടിച്ചെടുത്തു. ആൻഡ് ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ നമ്മുടെ വീഡിയോ ലാസ്റ്റ് ആകുമ്പം അതിൻ്റെ ലിങ്ക് ആയിട്ടേക്കാം, അപ്പോൾ അത് കാണുക. അത്യാവശ്യം മിക്കവർക്കും ഇഷ്ടപ്പെടുന്നൊരു സാധനമായിരിക്കും അത്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തുവാന്ന് വെച്ചാൽ, നമ്മൾ ഒരു XP ഫാം ഉണ്ടാക്കിയായിരുന്നു. അതായത് മറ്റേ മോബ്സിൻ്റെ XP ഫാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു XP ഫാമാണ്. ആൻഡ് അതിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മൈൻക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും. ഇത്രയും പറഞ്ഞാൽ മതി. എടാ, നിനക്ക് മൈൻക്രാഫ്റ്റ് കളിക്കുന്നതിനല്ലേ, നീ ഈ ചെക്കൻ്റെ വീഡിയോ കണ്ടോ, ചെക്കൻ്റെ വ്യാളിയാണേലും നീ അന്ന് അവൻ്റെ വീഡിയോ ആണ്, അവൻ ചെയ്യുന്നതൊക്കെ രസമുണ്ടെന്നൊക്കെ കൊണ്ട് പറഞ്ഞ് തള്ളി വിട്ടേക്കുക. അവനും ഒരു അങ്ങനെ വന്ന് കാണുന്നവരുണ്ടെങ്കിൽ അവനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഞാൻ എന്തായാലും കൂടുതൽ വലിച്ചിടുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ നമ്മുടെ പരിപാടി തുടങ്ങാം. ഇത് ഇപ്പോൾ കുറച്ച് വന്നട്ടാ. സോ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. ഹോപ്പർ ഒരെണ്ണം മതി, വെള്ളത്തിൻ്റെ ബക്കറ്റ് 2 എണ്ണം വേണേ, സ്ലാബ് ഏതെങ്കിലും ടൈപ്പ് ഓഫ് സ്ലാബ് എൻ്റെ ഒരു കണക്കിന് 6, 3, 9 എണ്ണം വേണം. 9 സ്ലാബ് വേണം. പിന്നെ വേണ്ടത് ഒരു ഓക്സൈൻ, പിന്നെ എന്തെങ്കിലും ഒരു ബിൽഡിംഗ് ബ്ലോക്ക്. ഞാനിപ്പോൾ ഡേർട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ചെസ്റ്റ് 2 എണ്ണമാണ് ഞാൻ 2 എണ്ണം എടുക്കുക. പിന്നെ ഒരു കമ്പോസ്റ്റർ വേണം, ഒരു ബെഡ് വേണം, ഒരു ലാവ വേണം, പിന്നെ ഒരു 4 അല്ലെങ്കിൽ ഒരു 5 ലാഡർ എടുത്തോ, പിന്നെ ഒരു ടോർച്ച്, ഒരു ട്രാപ്പ് ഡോർ. ഇത്രയും സാധനം കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആൻഡ് ബൈ ദ വേ നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ പില്ലേജേഴ്സിനെ വെച്ചോ റെയ്ഡ് ഫാമാണ്. അതായത് അവരുടെ റെയ്ഡ് ചെയ്യുമ്പം നമുക്ക് അവന്മാരെ വന്ന് അടിക്കുക, ആ സംഭവമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഇങ്ങനത്തെ ഒരു സ്ഥലം മാക്സിമം തിരഞ്ഞെടുക്കുക. കാരണം എളുപ്പം അവന്മാരെ അട്രാക്ട് ചെയ്തോളൂ. പെട്ടെന്ന് അവന്മാർ ഇവിടം വരെ എത്താൻ എളുപ്പമാണ്. നമ്മുടെ സമയം ഇച്ചിരി ലാഭമായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ പരിപാടി തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഒരു 6 ബ്ലോക്ക് കുഴിക്കണം. 1, 2, 3, 4, 5, 6. എന്നിട്ട് ഇവിടെ നിന്ന് 7 ബ്ലോക്ക്, അതായത് ഇതും കൂടെ കൂട്ടി 7 എണ്ണം. 2, 3, 4, 5, 6. അപ്പോൾ 7 എണ്ണമായില്ലേ. 1, 2, 3, 4, 5, 6, 7. ഇങ്ങോട്ട് 6 മതി. ടോട്ടൽ ഇവിടുന്ന് 6ഉം ഇവിടുന്ന് 7ഉം. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. എന്നിട്ട് അതിങ്ങോട്ട് കംപ്ലീറ്റ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ 6 ബ്ലോക്ക് പോയിരിക്കുന്ന ഇടത്ത് നിന്ന് 2 ബക്കറ്റ് വെള്ളം അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒഴിക്കുക. അയ്യോ, എന്തോ മിസ്റ്റേക്ക് പറ്റുക കേട്ടോ, വെയിറ്റ്. ഇത് കറക്റ്റായിരുന്നേ. ഇത് 7 ബ്ലോക്ക് ഇല്ലായിരുന്നു. 1, 2, 3, 4, 5, 6, 7. ഇപ്പോഴാട്ടോ 7 ആയത്. 7 ബ്ലോക്ക് ഒന്ന് കറക്റ്റായിട്ട് എടുക്കണേ. അപ്പം ലൈക്ക് ഇങ്ങനെ വന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു രീതി വരും. അവിടെ വരുന്നവരെ നിങ്ങളൊന്ന് വെട്ടി നോക്കുക. എനിക്ക് അത്ര പറയണം. 7 ബ്ലോക്കാണ് പറഞ്ഞത്, ഞാൻ എടുത്തപ്പോൾ മാറിപ്പോയതാണ്. 7 ബ്ലോക്ക് തന്നെയാണ് കറക്റ്റായിട്ട് വരേണ്ടത്. എന്നിട്ട് നേരെ നമ്മുടെ ഏതെങ്കിലും ബിൽഡിംഗ് ബ്ലോക്ക് ഞാൻ പറയത്തുള്ളൂ, ഇന്നൊന്നും ഞാൻ പറയത്തില്ല ഒരിക്കലും. 3 എണ്ണം, അതായത് ഇതിന് നേരെ 1, പിന്നെ സൈഡിൽ 2 എണ്ണം വയ്ക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു സ്ലാബ് വീതം വയ്ക്കുക. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ സോംബീസ് ഒന്നും മുകളിൽ സ്പോൺ ആകത്തില്ല. ഓക്കെ, എന്നിട്ട് ഇവിടെ കുറച്ച് പരിപാടിയുണ്ട്. അതായത് ഇവിടെ നമ്മുടെ നേരെയായിട്ട് നമ്മുടെ ഫേസിൻ്റെ അങ്ങോട്ട് ഒരു ഓക്സൈൻ വയ്ക്കുക. എന്നിട്ട് ഇവിടെ ഒരു സ്ലാബ് വയ്ക്കുക, ഇവിടെ ഒരു സ്ലാബ് വയ്ക്കുക, ഡേർട്ട് വയ്ക്കുക. എന്നിട്ട് ഇവിടെ ഒരു സ്ലാബ് വെച്ചിട്ട് ഈ ഡേർട്ട് പൊട്ടിച്ചളയുക. ഇതിങ്ങനെ ഇരിക്കട്ടെ, ഇവിടെ കുറച്ച് പണിയുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ ഇല്ലേ വെള്ളം വരുന്ന സ്ഥലം, വെള്ളം ഇല്ലാത്ത സ്ഥലം, ഡ്രൈ ഏരിയ. ഈ ഡ്രൈ ഏരിയയിൽ ഒരു 4 എണ്ണം താഴത്തേക്ക് ഒഴിക്കുക. 1, 2, 3, 4. ഓക്കെ, കൊള്ളല്ലോ, കറക്റ്റാണോ എന്തോ. ഇനി ഇവിടുന്ന് 5 എണ്ണം അങ്ങോട്ട് തള്ളുക. 1, 2, 3, 4, 5. ഓക്കെ, ഇതുപോലെ തള്ളുക. ഇനി ഇത്രയും ഭാഗം കുഴിക്കുക. ഇവിടെ ചെസ്റ്റ് വയ്ക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഈ ചെസ്റ്റ് വെച്ചിട്ട് ഇവിടെ ഹോപ്പർ ഒരു ഡേർട്ടും വരണം. അത് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ നമുക്ക് ഞാനൊരു എളുപ്പം വഴി പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഇത്രയും വയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്നൊരു ബ്ലോക്ക് വിട്ടിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വിട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ 3 എണ്ണം അകത്തേക്ക് തള്ളുക.
1 2 3. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങോട്ട് 3 3 എന്ന രീതിയിൽ. ഓക്കെ, അതായത് 3 ഇങ്ങനെയും 3 ഇങ്ങനെയും അങ്ങനത്തെ രീതിയിൽ തള്ളുക. എന്നിട്ട് ടോർച്ച് എടുക്കുക. ടോർച്ച് എടുത്ത് നടുക്ക് വെച്ചിട്ട് നമ്മുടെ ബെഡ് ഒരെണ്ണം പ്ലേസ് ചെയ്യുക. എന്നിട്ടൊരു കമ്പോസ്റ്ററോ, ഞാൻ കമ്പോസ്റ്റർ എടുത്തു, അതായത് നമുക്കിവിടെ വില്ലേജറിന് ഇടാനാണ്. കമ്പോസ്റ്ററാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. വേറെ എന്തെങ്കിലും ഒരു അവർക്ക് ജോബ് എടുക്കുന്ന രീതിയിലുള്ള സാധനം വേണം. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും ഒരു 3 കുഴി അങ്ങോട്ട് കുഴിക്കുക. 1 2 3. ഇനി മുകളിലേക്ക് നേരെ കുഴിക്കുക. മാറിപ്പോയി, കുഴപ്പമില്ല. എന്നിട്ട് ഇവിടെ നിങ്ങൾ ലാഡർ വയ്ക്കുക. ഇങ്ങനെ ഇവിടെ ലാഡർ വെച്ചിട്ട് എന്നിട്ട് നമ്മുടെ ട്രാപ്പ് ഡോറ് മുകളിലായിട്ട് ഇങ്ങനെ പ്ലേസ് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ പ്ലേസ് കൊടുക്കുക. പിന്നെ മുകളിൽ കയറുക, പോവുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഏതാണ്ട് ഒരു 7% പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ വില്ലേജറാണ്. ആൻഡ് വില്ലേജർ മാക്സിമം നിങ്ങൾ ഈ ബോട്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. ഞാൻ എന്തായാലും ഒരു ബോട്ട് എടുക്കട്ടെ. ഓക്കെ, ഇനി വില്ലേജറിനെ തള്ളി ബോട്ടിൽ കയറ്റുക. ഓക്കെ, ബെസ്റ്റ്. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടോ വെയിറ്റ് ചെയ്യും, കുഴപ്പമില്ല. നമ്മൾ ആദ്യം എടുത്ത് വില്ലേജ് സക്സസ്ഫുള്ളി മരിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ ഒരെണ്ണം കൂടെ സ്പോൺ ചെയ്യാം. ഞാൻ തള്ളി കയറ്റിയാൽ പോരെ. കണ്ടാ, ഇതാണ് എനിക്ക് ഇഷ്ടമല്ല. ഇത് തള്ളി ഞാൻ പോണ് സമ്മതിക്കൂല. എനിക്ക് ബോട്ട് തള്ളി ഇടാൻ പറ്റും അങ്ങോട്ടോ. സെറ്റ്, ആൾ കയറിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരെണ്ണം മാറ്റിയിട്ട് നമുക്ക് ഈ വില്ലേജറിനെ കൊണ്ട് അങ്ങോട്ട് പോവാം. ആൻഡ് കൊണ്ടുപോകുമ്പോൾ മാക്സിമം ബോട്ട് യൂസ് ചെയ്യുക. ബോട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും എളുപ്പ വഴി. നേരെ ബോട്ടിനകത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ആ ഒരു വെള്ളമില്ലേ അങ്ങോട്ട് വരെ കൊണ്ടുവരിക. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പ്ലെയിൻ സ്ഥലം എടുക്കാൻ. അതാകുമ്പം ഇവിടം വരെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ചാടുക. എന്നിട്ട് ആ ബോട്ട് അങ്ങോട്ട് പൊടിച്ച് അവിടെ നിൽക്കും. ബോട്ട് പൊടിക്കുമ്പം ആൾ താഴെത്തിക്കോളും. നിങ്ങൾ പയ്യെ ഈ വഴി അങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ ട്രാപ്പ് ഡോർ ഇട്ട് അടയ്ക്കാൻ മറക്കരുത്. ഇല്ലെങ്കിൽ മറ്റേ ബുദ്ധിയുള്ള ആറാൻ അങ്ങോട്ട് പോകും. ആൻഡ് യെസ്, ഒബ്വിയസ്ലി അവൻ അങ്ങോട്ട് എടുക്കും. ഈ സമയം കൊണ്ട് നമുക്ക് ഇവനൊന്ന് അകത്തേക്ക് കയറണം. ഇവനൊന്ന് അകത്തേക്ക് കയറുമ്പോഴേക്കും ബ്ലോക്ക് വെച്ച് കംപ്ലീറ്റ് ഇവനൊന്ന് മൂടി വെക്കുക. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത പരിപാടിയും കഴിഞ്ഞു. ആൻഡ് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹോപ്പർ വെച്ചിട്ട്, അതായത് അത് കണക്റ്റ് ആയിരിക്കണം. കണക്റ്റഡ് ചെസ്റ്റാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്. സോ ഹോപ്പർ വഴി കണക്റ്റ് ആയിരിക്കണം. നേരെ അതിൻ്റെ മുകളിലൊരു ഡേർട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഷവൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. അതാകുമ്പം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ കൂടെ നിങ്ങൾക്ക് മറ്റേ റെയ്ഡ് വരുമ്പോൾ വരെ അടിക്കാൻ പറ്റും. സോ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിനിപ്പം മുകളിൽ കയറിയിട്ട് ദിവന്മാരില്ലേ ഈ ഒരു ഏരിയയില്ലേ, ഈ ഒരു ഏരിയയിൽ കറക്റ്റായിട്ട് നമ്മുടെ ലാവ ഒഴിച്ചു കൊടുക്കുക. പഠിച്ചു പോകണേ. കറക്റ്റായിട്ട് ലാവ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വേറെ പരിപാടിയൊന്നുമില്ല, സംഭവം തീർന്നു, പരിപാടി തീർന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളെ പോഷൻ വേണം. ബാഡോമൻ 5 അല്ലെങ്കിൽ ഏതെങ്കിലും ബാഡോമൻ എടുക്കുക. 5 ആണിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. കുടിക്കുക, റൈഡ് വന്നോളും. നമ്മൾ നൈസായിട്ടിനകത്ത് കയറി എന്നുവെച്ചാൽ മതി. എന്നിട്ട് ഇവന്മാർ തന്നെത്താനെ ഇവിടെ വന്ന് വീണോളും. നമുക്ക് എന്തെങ്കിലും നോക്കാം. ഓക്കെ, റൈഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. നിങ്ങൾക്കിത് എവിടെ വേണേ നോക്കാം. ആൻഡ് മാക്സിമം നിങ്ങൾ ഇതിനകത്ത് കയറിക്കുക. ഇത് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഉടനെ അകത്ത് കയറിക്കൊള്ളുക. ആൻഡ് നമുക്കതിൻ്റെ ഞാൻ ഒരു XP കാണിച്ചാലേ കിട്ടുന്നത്. ഞാൻ സർവൈവൽ മോഡിലേക്ക് മാറി. ഇനി അവന്മാർ പയ്യെ വരട്ടെ. ഇതിപ്പോൾ അവന്മാർ എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് അതെ, അവന്മാർ അവിടെ നിന്നാണ് വരുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇവനെ കൊന്നു വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ നെതറൈറ്റ് സോഡ്, ഷാർപ്നേഴ്സ് 5, സ്വീപ്പിംഗ് എഡ്ജ്, ലൂട്ടിംഗ് 3. ഇത് മാക്സിമം ഇത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഐറ്റംസ് കൂടുതൽ കിട്ടത്തുള്ളൂ. സോ ഞാൻ എന്തായാലും നമുക്കിവിടെ നിന്നാൽ മതി. അടിക്കുക, 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 അടിക്കുക. ഓക്കെ, ആൻഡ് രണ്ടുപേരുണ്ട്. ഓക്കെ, അടുത്ത റൈഡ് വരട്ടെ. ആൻഡ് ഇപ്പം തന്നെ അമ്മമാർ ഓരോ സാധനങ്ങളായിട്ട് കിട്ടി തുടങ്ങും. അടുത്ത അമ്മമാർ അവിടെ നിന്നായിരുന്നു. സോ ഇപ്പം ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ മോഫാമിൻ്റെ സെയിം ഇത് തന്നെ. പക്ഷെ നിങ്ങൾക്ക് ഇതിനകത്ത് പ്രത്യേകം എന്താ വെച്ചാൽ ഇച്ചിരിയും കൂടെ XP കൂടുതൽ കിട്ടും. മറ്റന്മാരെ വന്ന് താഴെ വീഴുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. ഇതാണ് നമ്മുടെ പരിപാടി. സോ ഇനിയന്മാർ തന്നെ വന്നോളൂ. ഓക്കെ, അപ്പോൾ അത്രയുള്ള എന്താ പരിപാടി. സോ ഇനി ഞാൻ കൂടുതൽ ഇടുന്നില്ല. അപ്പോൾ ഈ വീഡിയോ പ്ലീസ് സെറ്റ് ബസ് യു നെക്സ്റ്റ് വീഡിയോ. ആൻഡ് ഇനി നമ്മൾ ഇതുപോലെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തമാരായിരുന്നു, അതിന് മുമ്പ് ഞാൻ വീഡിയോ നടത്തട്ടെ. അപ്പോൾ ബസ് യു.
ലൈക്ക് ചെയ്താൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ദിസ് ഈസ് CP the Gamer saying off. Peace, tata, bye bye, see you on the next video. Bye.